ന്യൂസ് ടെൻസ് തുടരുന്നു. ആദ്യം പ്രധാന വാർത്തകൾ വേഗത്തിൽ നോക്കാം. ഖത്തർ ആക്രമണത്തിൽ കൈ കഴുകി അമേരിക്ക. ആക്രമണ വിവരം ഖത്തറിനെ അറിയിക്കണമെന്ന് ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിരുന്നു. അറിയിച്ചിരുന്നില്ലെന്ന് ഖത്തർ. ആക്രമണത്തെ അപലപിച്ച് ഗൾഫ് രാജ്യങ്ങൾ. ജൻസി പ്രക്ഷോഭം തുടരുന്ന നേപ്പാളിൽ സമാധാന ശ്രമങ്ങളോട് സഹകരിക്കണമെന്ന് സൈന്യം. ചർച്ചകൾക്ക് ഇരുവിഭാഗവും തയ്യാറാകണം. പ്രതികരിക്കാതെ പ്രക്ഷോഭകാരികൾ. കലാപത്തെ അപലപിച്ച് ഇന്ത്യ. സ്ഥിതി വിലയിരുത്തി മന്ത്രിസഭാ സമിതി. അധിക പിഴ തീരുവ വിഷയത്തിൽ അമേരിക്ക അയയുന്നു. ഇന്ത്യയുമായി ചർച്ചകൾ തുടരുമെന്ന് ഡൊണാൾഡ് ട്രംപ്. വ്യാപാര രംഗത്തെ പ്രതിസന്ധികൾ ഉടൻ പരിഹരിക്കാനാകുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യൽ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമേരിക്ക അടുത്ത സുഹൃത്ത്, ട്രംപുമായി സംസാരിക്കുമെന്നും നരേന്ദ്രമോദി. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ വോട്ട് ചോർച്ചയിൽ ഇന്ത്യ സഖ്യത്തിൽ അതൃപ്തി. മഹാരാഷ്ട്രയിൽ നിന്നടക്കം വോട്ട് ചോർന്നതായി വിലയിരുത്തൽ. ചെറു പാർട്ടികളെ സർക്കാർ സ്വാധീനിച്ചു. എംപിമാർ മനഃപൂർവ്വം വോട്ട് അസാധുവാക്കിയെന്നും വിലയിരുത്തൽ. വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട്. സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ യോഗം ഇന്ന് ഡൽഹിയിൽ. വോട്ടർ പട്ടികയെക്കുറിച്ചുള്ള റിപ്പോർട്ട് അവതരിപ്പിക്കും. കോഴിക്കോട് തിരുവമ്പാടിയിലും ഇരട്ട വോട്ട് ആരോപണം. തിരുവമ്പാടി എംഎൽഎ ലിൻഡോ ജോസഫിന്റെ ഭാര്യ അനുഷയ്ക്ക് രണ്ടിടത്ത് വോട്ടെന്ന് കോൺഗ്രസ്. പുതുതായി ചേർക്കപ്പെട്ട ലിസ്റ്റിലാണ് ക്രമക്കേടെന്നും യൂത്ത് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് മുഹമ്മദ് ദിഷാൽ. സിപിഐ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ. പ്രായപരിധി മാനദണ്ഡം എടുത്തുകളയാൻ സിപിഐ എംഎൽഎ സ്ഥാനത്ത് 2 തവണ പൂർത്തിയാക്കിയവരെ വീണ്ടും മത്സരിപ്പിക്കേണ്ടതില്ലെന്നും തീരുമാനം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായ ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസുമാരായ വി രാജ, വിജയരാഘവൻ, കെ വി ജയകുമാർ എന്നിവർ ഉൾപ്പെട്ട ദേവസ്വം ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക. ഹർജിയിൽ സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും വിശദീകരണം നൽകും. കോഴിക്കോട് വെള്ളയിൽ 45-കാരന്റെ മൃതദേഹം ഖബർ തുറന്ന് പോസ്റ്റ്മോർട്ടം നടത്തും. ശനിയാഴ്ച മരിച്ച തോണിച്ചാൽ സ്വദേശി അഷീമിന്റെ മൃതദേഹമാണ് വീണ്ടും പോസ്റ്റ്മോർട്ടം തുറക്കുന്നത്. മദ്യപിച്ച് രാത്രി അവശനായി എത്തിയ അഷീമിന് രാവിലെയും ബോധം തെളിയാതെ വന്നതോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. മരണത്തിൽ കുടുംബത്തിന് സംശയം തോന്നിയതിനാലാണ് മൃതദേഹം തുറന്ന് പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. ജി സുധാകരനെ മാറ്റി നിർത്താൻ പാർട്ടിക്ക് കഴിയില്ലെന്ന് സജി ചെറിയാൻ. സുധാകരൻ പാർട്ടി ഓഫീസിൽ വരികയും പാർട്ടി ഏൽപ്പിക്കുന്ന ജോലി ചെയ്യുകയും പാർട്ടിയുമായി ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്താൽ തീരുന്ന വിഷയമേ ഉള്ളൂവെന്നും സജി ചെറിയാൻ. തന്നെ ഒഴിവാക്കുകയാണെന്ന് അദ്ദേഹത്തിന് സംശയമാണെന്നും അത് സംസാരിച്ച് പരിഹരിക്കാൻ എല്ലാ നേതാക്കളും ശ്രമിക്കുകയാണെന്നും സജി ചെറിയാൻ. കുന്നംകുളം പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിനെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ്. പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ ഇന്ന് പ്രതിഷേധ സദസ്സ്. സുജിത്തിനെ മർദ്ദിച്ച ഉദ്യോഗസ്ഥരെ പുറത്താക്കണമെന്നാവശ്യം. ബലാത്സംഗ കേസിൽ റാപ്പർ വേടനെ പോലീസ് ഇന്നും ചോദ്യം ചെയ്യും. തൃക്കാക്കര സ്റ്റേഷനിൽ വേടൻ ചോദ്യം ചെയ്യലിന് ഹാജരായി. 5 മണിക്കൂറിലേറെയാണ് ഇന്നലെ ചോദ്യം ചെയ്തത്. കേസിൽ ഹൈക്കോടതി വേടന് മുൻകൂർ ജാമ്യം നൽകി. ഏഷ്യ കപ്പിൽ ഇന്ത്യ ഇന്നിറങ്ങുന്നു. UAEക്ക് മത്സരം രാത്രി 8-ന്. സഞ്ജു ഇടം പിടിക്കുമോ എന്ന ആകാംക്ഷയിൽ ആരാധകർ.